नमस्ते। आज की कक्षा में सबको स्वागत। हमने पिछली कक्षाओं में धर्मवीर भारती के बारे में पढ़ा। धर्मवीर भारती के गंडकाव्य कनुप्रिया के बारे में पढ़ा। कनुप्रिया में कनु कृष्ण है, प्रिय राधा है। यह आत्मकथन की शैली में लिखी हुई एक काव्य है। पिछली कक्षाओं में हमने पहला गंड पूर्व राग के 4 गीतों के बारे में पढ़ा। आज हम 5वें गीत के बारे में पढ़ेंगे। 5वां गीत, इस गीत में प्रेम की अनुभूति के बारे में कहते हैं। ये प्रेम की अनुभूति विचित्र है, उसमें कभी पूर्ण संतृप्ति का अनुभव नहीं होता। यहाँ राधा के मन का पश्चाताप चित्रित हुआ है। उसे यही दुख है कि वह रासलीला का माधुर्य छोड़कर वह क्यों घर की ओर लौट आई। संपूर्ण रूप से अपने को कनु के सामने समर्पित करना वह चाहती थी, लेकिन वह स्वयं रीत क्यों नहीं गई। प्रेम की इस अतृप्ति को कवि ने अपनी स्वाभाविक ढंग से या मनोवैज्ञानिक ढंग से दिखाया है। 5वां गीत, यह जो मैं ग्रहगाज से अलसा कर अक्सर इधर चली आती हूँ और कदम्ब की चाह में शिथिल अस्त व्यस्त अनमनी सी पड़ी रहती हूँ। ये पछतावा अब मुझे हर क्षण सालता रहता है कि मैं उस रास की रात तुम्हारे पास से लौट क्यों आई। जो चरण तुम्हारे वेणुवादन की लय पर तुम्हारे नील जल तन की परिक्रमा देकर नाचते रहे, वे फिर घर की ओर उठ कैसे पाए। मैं उस दिन लौटी क्यों। कण कण अपने को तुम्हें देखकर रीत क्यों नहीं गई। तुमने तो उस रास की रात जिसे अंशतः भी आत्मसात किया, उसे संपूर्ण बनाकर वापस अपने अपने घर भेज दिया। ആദ്യത്തെ ഒരു സ്റ്റാൻസ് ആണ് പറയുന്നത് 5വാം ഗീതിലെ മീനിങ് നോക്കാം. യഹ് ജോ മേ ഗ്രഹകാജ്, ഗ്രഹകാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർക്കെ കാം, വീട്ടുജോലി. ഗ്രഹകാജ് ഗർക്കെ കാം. അലസാക്കർ എന്ന് പറഞ്ഞാൽ അലസത, ആലസിക അനുഭവം. അലസ എന്ന് പറഞ്ഞാൽ ആലസിക അനുഭവം. കദംബിക്ക് ചാഹ് മേ, ചാഹ് എന്ന് പറഞ്ഞാൽ ചായ, തണൽ. ചാഹ് ചായ, തണൽ. ശിഥിൽ എന്ന് പറഞ്ഞാൽ ടയേർഡായിട്ട്, ക്ഷീണിച്ച എന്നുള്ള അർത്ഥം. ശിഥിൽ, ടയേർഡ്. അസ്തവ്യസ്ത്, അസ്തവ്യസ്ത് എന്ന് പറഞ്ഞാൽ ജോ വ്യവസ്ഥിതി നഹി, അതായത് ഡിസോർഡറായിട്ട്. അസ്തവ്യസ്ത് എന്ന് പറഞ്ഞാൽ ഡിസോർഡറായിട്ട്. അൻമനി സി, അൻമനി എന്ന് പറഞ്ഞാൽ ദുഃഖി എന്നുള്ള അർത്ഥം. അൻമനി എന്ന് പറഞ്ഞാൽ ദുഃഖി. യഹ് ജോ മേ ഗ്രഹകാജ് സേ അലസാക്കർ അക്സർ ഇധർ ചലി ആती हूँ और कदम्ब की चाह में शिथिल अस्त व्यस्त अनमनी सी पड़ी रहती हूँ. यहाँ रास क्रीड़ा की मधुर लीला के बारे में, मधुर रात के बारे में राधा याद करने लगे. उसके स्मृति में डूबी हुई, रासलीला की स्मृति में डूबी हुई राधा का चित्र यहाँ मिलता है. रासलीला उसका अर्थ है നൃത്യമാണ്, നൃത്യം. അപ്പോൾ ആ രാസലീലയുടെ അന്ന് രാത്രിയിൽ നടന്ന കാര്യങ്ങൾ, ആ മധുരമായിട്ടുള്ള കാര്യങ്ങളാണ് രാധയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ മുഴുകിയിട്ടാണ് അവൾ ജോലികൾ ചെയ്തത്. യഹ് ജോ മേ ഗ്രഹകാജ് സേ അലസാക്കർ, ഇവിടെ ഗർക്കെ കാമോ മേ ആലസ്യക അനുഭവ കർക്കെ, വീട്ടുജോലിയിലെ അലസത കാണിച്ചുകൊണ്ട്. ഗ്രഹകാജ് സേ അലസാക്കർ അക്സർ ഇധർ ചലി ആती हूँ. ഇവിടെ പറയണ यहाँ कनु के निकट से लौट आने पर राधा को पश्चाताप होता है. रासलीला के बाद कृष्ण के निकट से लौट आने पर राधा को पश्चाताप आती है. രാധയ്ക്ക് പശ്ചാത്താപം തോന്നണത് രാത്രിയിൽ രാസലീല കഴിഞ്ഞ് അവിടുന്ന് കൃഷ്ണൻ്റെ അടുത്തുനിന്ന് മടങ്ങി വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചവൾക്ക്
വളരെയധികം പശ്ചാത്താപം തോന്നുന്നുണ്ട്. അവൾ കനുസെ കത്തി ഹേ, കനുവിനോട് പറയുന്നുണ്ട്, ഹേ കനു, മുझे കബി കബി ഗർക്കെ കാമോമേ അലസദാക്ക അനുഭവ ഹോത്താ ഹേ. അപ്പോൾ ജോലി ചെയ്യുന്നതിന് ഇടയിൽ അവൾക്ക് അലസതയുടേതായിട്ടുള്ള ഒരു അനുഭവമാണ് രാധയ്ക്ക് തോന്നുന്നത്. ഉസ് സമയ് കദംബ് കെ പേട് കെ പാസ് ചലിയാത്തിഹും. ആ സമയത്ത് അവൾ കദംബ് മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മധുരമായ ഓർമ്മകൾ, രാസലീലയെക്കുറിച്ചുള്ള മധുരമായ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് വീട്ടുജോലിയിൽ രാധ മുഴുകിയിരിക്കുന്നത്. ആ ഓർമ്മയിൽ അവൾ കദംബ് മരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് അതിൽ പറയുന്നത്. അവർ കദംബ് की चाक में शिथिल अस्त व्यस्त अनमनी सी पड़ी रहती हूँ. कदम्ब के पेड़ के नीचे उसकी छाया में शिथिल अस्त व्यस्त और दुखी सी पड़ी रहती हूँ. കദംബ് മരത്തിൻ്റെ തണലിൽ, ആ മരത്തിൻ്റെ ചുവട്ടിൽ തണലിൽ പോയിരുന്ന് ആകെ ക്ഷീണിച്ച് വളരെ ഡിസോർഡറായിട്ട് ദുഃഖത്തോടു കൂടിയിരിക്കുന്ന രാധേനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വീട്ടുജോലിയുടെ ഇടയിലും അവളുടെ മനസ്സിൽ രാസലീലയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അന്ന് അതിനുശേഷം മടങ്ങി വന്നതോർത്ത് അവൾക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ വീണ്ടും കദംബ് മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവൾ പോവുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവൾ വീണ്ടും ദുഃഖത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ये पछतावा अब मुझे हर क्षण सालता रहता है कि मैं उस रात की रात तुम्हारे पास से लौट क्यों आई. जो चरण तुम्हारे वेणुवादन की लय पर तुम्हारे नील जल तन की परिक्रमा देकर नाचते रहे, वे फिर घर की ओर उठ कैसे पाए. ये പച്താവ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം. ഹർഷൻ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും. സാൽത്താരെഴുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിത് കർണ, വേദനിപ്പിക്കുക അല്ലെങ്കിൽ ശല്യം ചെയ്യുക എന്നുള്ള അർത്ഥം, തങ്ക് കർണ എന്നുള്ള അർത്ഥം. ഉസ് രാസ് കി രാത്ത്, രാസ് എന്ന് പറഞ്ഞാൽ രാസലീലയാണ്. അതായത് ഗോപികമാർ, കൃഷ്ണൻ്റെ ചുറ്റും ഗോപികമാരെല്ലാവരും കൂടി നിന്ന് നൃത്തം ചെയ്യുന്നതിനാണ് നമ്മൾ രാസലീല എന്ന് പറയുന്നത്. രാസ് കി രാത്ത് എന്ന് പറഞ്ഞാൽ നൃത്യലീല കി രാത്ത്, അതായത് ഡാൻസ് ചെയ്യുന്ന ഗോപികമാർ, കൃഷ്ണൻ്റെ ചുറ്റും ഗോപികമാരുണ്ടായിരിക്കും, അനേകം ഗോപികമാരുണ്ടായിരിക്കും. വേണുവാദൻ, ചരണം എന്ന് പറഞ്ഞാൽ കാലാണ്. വേണുവാദൻ എന്ന് പറഞ്ഞാൽ വേണു എന്ന് പറഞ്ഞാൽ മുരളി, ബാംസുരി, ഓടക്കുഴൽ എന്നുള്ള അർത്ഥം. വേണുവാദൻ കി ലയപ്പർ, ഓടക്കുഴലിൻ്റെ ആ താളലയത്തിനനുസരിച്ച് വേണുവാദൻ, മുരളി ഭജാന എന്ന് പറയും. നീല ജലജ് എന്ന് പറഞ്ഞാൽ നീലക്കമൽ, നീലത്താമര. നീല ജലജ് എന്ന് പറഞ്ഞാൽ നീലത്താമര, നീലക്കമൽ എന്നുള്ള അർത്ഥം. തൻ എന്ന് പറഞ്ഞാൽ ശരീരം, തൻ ശരീരം. പരിക്രമാദേന എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണാകർണ എന്നുള്ള അർത്ഥം, പ്രദക്ഷിണം ചെയ്യുക, ചുറ്റും വലം വയ്ക്കുക. പരിക്രമാദേന എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണാകർണ എന്നുള്ള അർത്ഥം, ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ള അർത്ഥം. രീത്ത് എന്ന് പറഞ്ഞാൽ ഖാലി, ഒഴിഞ്ഞ് എന്നുള്ള അർത്ഥം, വെറുതെ എന്നുള്ള അർത്ഥം. തുമ്നെ തോ ഉസ് രാസ് കി രാത്ത് ജിസെ അംശതഃ എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട്, കുറച്ച് എന്നുള്ള അർത്ഥം. അംശതഃ എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട്, കുറച്ച് എന്നുള്ള അർത്ഥം, തോട. ആത്മസാത് കിയ എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക എന്നുള്ള അർത്ഥം. ആത്മസാത് കിയ എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക. ഇപ്പം ഇതിൽ പറയുന്നത് രാധാക്കോ പശ്ചാത്താപ് ആത്തി ഹേ. ये पश्चाताप राधा को हर क्षण पीड़ित करता रहता है. അപ്പോൾ ആ രാസലീലയുടെ രാത്രി വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് രാധയ്ക്ക് പശ്ചാത്താപം തോന്നുന്നത്. ആ പശ്ചാത്താപം അവളെ ഓരോ നിമിഷവും കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സേ പീഡിത് കർ രഹത്താ ഹേ, അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. മേ ഉസ് രാസ് കി രാത് തുമാരെ പാസ് സേ ലൗട്ട് ക്യോം ആയി. ഇതാണ് അവൾ ചിന്തിക്കുന്നത്. മേ ഉസ് രാസ് കി രാത്ത്, ഉസ് രാസലീല കി രാത്ത്, അല്ലെ നൃത്യലീല കി രാത്ത്, ആ രാസലീലയുടെ രാത്രിയിലെ തുമാരെ പാസ് സേ ലൗട്ട് ക്യോം ആയി, നിൻ്റെ അടുത്തുനിന്ന് ഞാൻ എന്തിനാണ് മടങ്ങിപ്പോകുന്നത്. മേം രാധ പറയണേ, മേ ഉസ് രാസലീല കി രാത്ത് തുമാരെ നിക്കട്ട് സേ അപ്നെ ഘർ കി ഓർ ക്യോം ലൗട്ടായി. സ്വന്തം വീട്ടിലേക്ക് എന്തിനാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. അതിനെക്കുറിച്ച് ഓർത്താണ് അവൾക്ക് പശ്ചാത്താപം. അതുപോലെ തന്നെ അതാണ് അവളെന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതാണ്. ജോ ചരൺ തുമാരെ വേണുവാദൻ കി ലൈ പർ
तुम्हारे नील जल तन की परिक्रमा देकर नाचते रहे. ജോ ചരൺ ഏത് കാലുകളാണോ, ചരൺ എന്ന് പറഞ്ഞാൽ പയർക്കാല്. തുമാരെ വേണുവാദൻ കി ലൈപ്പർ നിൻ്റെ മുരളീനാദം കേട്ടുകൊണ്ട്, അതിൻ്റെ താളലയത്തിനനുസരിച്ച്. തുമാരെ നീലജൽ തൻ കി പരിക്രമാ ദേക്കർ നാച്ചത്തെ രഹേ. തുമാരെ नील कमल डूबी शरीर की प्रदक्षिणा करके नाचते रहते हैं. यहाँ कृष्ण के पास, कनु के पास अनेक गोपिकाएँ हैं. रासलीला के लिए अनेक गोपिकाएँ वहाँ आती है. ഒരുപാട് ഗോപികമാരവിടെ വരുന്നുണ്ട്. ആ രാസലീല കെ സമയം ഇവിടെ തുമാരി വേണുവാദൻ കി ലൈപ്പർ നിൻ്റെ മുരളീനാദത്തിനനുസരിച്ച്, ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് നീല ജല തൻകി നീല കമൽ രൂപി ശരീർ കെ പരിക്രമ പ്രദക്ഷിണ ദേക്കർ നാച്ചത്തെ രഹേ. അപ്പോൾ നിൻ്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ ഗോപികമാരെല്ലാവരും നിൻ്റെ ചുറ്റും കൂടിയിട്ട് നീലത്താമരയുടെ രൂപത്തിലുള്ള ആ ശരീരത്തോടു കൂടിയുള്ള നിന്നെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് നാച്ചത്തെ രഹേ, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. വേ ഫിർ ഗർ ക്യോർ കൈസേ ഉട്പായേ പിന്നീട് എന്തിനാണ് അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയത്? വേ ഫിർ ഗർ ക്യോർ ഉട് കൈസേ പായേ മേം ഉസ് ദിൻ ലൗട്ടിക്കോം. രാധ ചിന്തിക്കുകയാണ്, ഈ ഗോപികമാരെല്ലാവരും രാസലീല കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. മേം ഉസ് ദിൻ ലൗട്ടിക്കോം, മേം ഉസ് ദിൻ ക്യോം ലൗട്ടായി, മേ അപ്പനെ ഗർ ക്യോർ ക്യോം ലൗട്ടായി, ഞാൻ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്? രാധ ചിന്തിക്കുന്നൊരു കാര്യമാണ്. കൺ കൺ അപ്പനേക്കോ തുമേ ദേക്കർ രീത് ക്യോം നഹി ഗയി. യഹാ രാധ कृष्ण के पास, कृष्ण के सामने संपूर्ण रूप से समर्पण कर देना चाहती थी. अपना कण कण समर्पण करना चाहती थी. അവൾ ഓരോ ഭാഗവും അല്ലെങ്കിൽ ഓരോ ഇഞ്ചും ഓരോ ഭാഗവും ശരീരത്തിൻ്റെ ഓരോ ഭാഗവും കൃഷ്ണനിൽ സമർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചതാണ് രാധ. പിന്നെ എന്തിനാണ് വീണ്ടും അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്, എന്തിനാണെന്നാണ് അവൾ ചിന്തിക്കുന്നത്. കൺ കൺ അപ്പനേക്കോ തുമേ ദേക്കർ രീത് ക്യോം നഹി ഗയി, എന്തുകൊണ്ടാണ് ഞാൻ പിന്നീട് അവിടേക്ക് പോവാതിരുന്നത്, എന്തിനാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് എന്നാണ് രാധ ചിന്തിക്കുന്നത്. तुमने तो उस रास की रात जिसे अंशतः भी आत्मसात किया. तुमने तो उस रास की रात रासलीला की रात जिसे अंशतः भी आत्मसात किया. ആ രാസലീലയുടെ സമയത്ത് ആ രാത്രിയിലെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാനായിട്ട് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല, ഭാഗികമായിട്ടാണ് നിന്നെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഉസ് സമ്പൂർണ്ണ ബനാക്കർ വാപ്പസ് അപ്പനെ അപ്പനെ ഘർ ഭേജ് ദിയ. അപ്പം ആർക്കാണോ അംശതഃ അല്ലെങ്കിൽ തോടബി ആത്മസാത് കിയ അപ്പന കിയാത ഉസേ സമ്പൂർണ്ണ ബനാക്കർ, ഭാഗികമായിട്ടാണ് രാസലീലയുടെ സന്തോഷം കിട്ടിയിട്ടുള്ളത് എങ്കിലും ഉസേ സമ്പൂർണ്ണ ബനാക്കർ അവരെയെല്ലാം പൂർണ്ണതയിൽ എത്തിച്ചിട്ടാണ് അപ്പനെ അപ്പനെ ഘർ ഭേജ് ദിയ, വാപ്പസ് ഭേജ് ദിയ, അവരെ ഓരോരുത്തരെയും സ്വന്തം വീട്ടിലേക്ക് മടക്കി അയച്ചത്. ഇപ്പോൾ രാസലീലയുടെ സമയത്ത് സ്പർശനം വരുന്നുണ്ട്, ചുംബനം വരുന്നുണ്ട്, ആലിംഗനം വരുന്നുണ്ട്, ഇതെല്ലാം ചെയ്തു. പക്ഷേ ഭാഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ നടന്നത്. എങ്കിലും അവരെയെല്ലാം പൂർണ്ണതയിൽ എത്തിച്ചിട്ടാണ് കൃഷ്ണൻ അവരെയെല്ലാം സ്വന്തം വീട്ടിലേക്ക് മടക്കി അയച്ചത്. ജിസെ अंशतः भी आत्मसात किया लेकिन उसे संपूर्ण बनाकर अपने अपने घर को വാപ്പസ് ഭേജ് ദിയ. ഓരോരുത്തരെയും അങ്ങനെയാണ് കൃഷ്ണൻ മടക്കി അയച്ചെന്ന് പറയുന്നത്. രാധ അവിടെ സ്വയം സമർപ്പിക്കാനായിട്ട്, പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളാണ്, കൃഷ്ണനിൽ ലയിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. എന്നിട്ടും എന്തുകൊണ്ട് കൃഷ്ണക്ക് നിക്കട്ട് സെ വാപ്പസ് ലൗട്ടായി എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം. നെക്സ്റ്റ് വരുന്നത് पर हाय वही संपूर्णता को इस जिस्म के एक एक कण में बराबर टीसती रहती है तुम्हारे लिए. कैसे हो जी तुम जब मैं जाना ही नहीं चाहती तो बांसुरी के एक गहरे आलाप से मदोन्मत्त मुझे गींच बुलाते हो.
और जब वापस नहीं आना चाहती तब मुझे अंशतः ग्रहण कर संपूर्ण बनाकर लौटा देते हो. നെക്സ്റ്റ് സ്റ്റാൻസയാണ് पर हाय वही संपूर्णता तो इस जिस्म के एक एक कण में जिस्म എന്ന് പറഞ്ഞാൽ ശരീരം, തന്നെന്ന് പറഞ്ഞാൽ ശരീരം, ജിസ്മ എന്ന് പറഞ്ഞാൽ ശരീരം. ടീസ്തി രേത്തി എന്ന് പറഞ്ഞാൽ പീഡാദേന എന്നുള്ള അർത്ഥം തന്നെ. ടീസ്തി രേത്തി എന്ന് പറഞ്ഞാൽ പീഡാദേന, കുത്തി നോവിക്കുക എന്നുള്ള അർത്ഥം തന്നെ. പീഡാദേന കുത്തി നോവിക്കുക എന്നുള്ള അർത്ഥം. कैसे हो जी तुम जब मैं जाना ही नहीं जाती तो ബാംസുരി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ. നമ്മൾ മുരളി എന്ന് പറഞ്ഞു, വംശി എന്ന് പറഞ്ഞു, വേണു എന്നൊക്കെ പറഞ്ഞു. ബാംസുരി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ. ഏക്ക് ഗഹരെ ആലാപ് സെ, ആലാപ് എന്ന് പറഞ്ഞാൽ ആലാപനം അല്ലെങ്കിൽ സ്വരം, ഓടക്കുഴൽ വായിക്കുന്ന ആ സ്വരം. മതോന്മത്ത് എന്ന് പറഞ്ഞാൽ ഉന്മത്തനായിട്ട്, മതോന്മത്ത് എന്ന് പറഞ്ഞാൽ മതോന്മത്തനായിട്ട് എന്നൊക്കെ പറയും. ഗീഞ്ച് ബുലാത്തെ എന്നാൽ ഗീഞ്ച് എന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ടോ ആകർഷിച്ചുകൊണ്ടോ എന്നുള്ള അർത്ഥം. ഇതിൽ പറയുന്നത് രാധ രാസക്രീഡയുടെ മധുരമായ ഓർമ്മയിൽ മുഴുകി നിൽക്കുന്ന സമയമാണ്. ആ രാസലീലയുടെ രാത്രിയെക്കുറിച്ച് രാധ കണ്ണനോട് പറയുന്ന ഭാഗമാണ്. അതായത് ഒരുപാട് ഗോപികമാർ നിൻ്റെ അടുത്താണെന്നുണ്ടായിരുന്നു, എല്ലാവരെയും പൂർണ്ണമായിട്ടുള്ള പ്രണയത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിയിട്ട് അവരെല്ലാം സംതൃപ്തരാക്കിയിട്ടാണ്, സന്തോഷത്തോടെയാണ് അവരെല്ലാം അവരവരുടെ വീടുകളിലേക്ക് മടക്കി അയച്ചത്. പക്ഷേ നിന്നെ വേർപിരിഞ്ഞതിൽ എനിക്ക് എന്താ പറയുക ദുഃഖം തോന്നുന്നുണ്ട്. അതായത് സമ്പൂർണ്ണതാക്ക അനുഭവം മുझे പീഡാ ദേത്താ ഹെ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. पर हाय वही संपूर्णता तो इस जिस्म के एक एक कण में बराबर टीसती रहती है. रासलीला के रात में संपूर्णता का अनुभव मुझे मिला है. സമ്പൂർണതയുടെ അനുഭവം എനിക്കുണ്ടായി. പക്ഷേ ലേക്കിൻ യേ സമ്പൂർണത കാ അനുഭവ് മുझे പീഡാ ദേത്താ ഹെ. സമ്പൂർണതയുടെ അനുഭവത്തിലും അതെന്നെ എന്താ പറയുക നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ് ജിസ്മ കെ ഏക് ഏക് കൺ മേ ബരാബർ ടീസ്തി രഹതി ഹെ. എന്താ പറയുന്നത്, ലേക്കിൻ പ്രേം കി വഹി പൂർണ്ണത മേരെ ശരീർ കോ, പ്രേം കി പൂർണ്ണത ഏക് ഏക് കൺമേ, അതായത് പ്രണയത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഓരോ കണങ്ങളിലും, ശരീർ കെ ഏക് ഏക് കൺമേ, ശരീരത്തിൻ്റെ ഓരോ കണങ്ങളിലും മുझे ടീസ്തി രഹതി ഹെ, പീഡാ ദേത്തി ഹെ, കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണതയുടെ അനുഭവം എനിക്ക് കിട്ടിയെങ്കിലും അതെന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ കണങ്ങളെയും ഓരോ ഇഞ്ചിനെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. तुम्हारे लिए मैं तुम्हारे लिए व्याकुल हूँ, मैं तुम्हें पाने के लिए प्राप्त करने के लिए व्याकुल हूँ. ഞാൻ നിന്നെ നേടാനായിട്ട് വളരെയധികം വ്യാകുലയായിട്ടിരിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദുഃഖിതയാണ് എന്നാണ് പറയുന്നത്. കൈസേ ഹോ ജി തും കൈസേ ഹോ മുझे अपनी ओर ആകർഷിത് करते रहो. ഇവിടെ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, കനു രാധ യഹാം ജാന്ന ചാത്തി, രാധ ഇവിടെ അറിയാൻ ആഗ്രഹിക്കുകയാണ്. തും കൈസേ ഹോ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, അങ്ങ് സുഖമായിരിക്കുന്നു എന്നറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. രാധ ആകെ കനുക്കോ കോസ്തി ഹെ, രാധ കനുവിനെ പഴിക്കുന്നുണ്ട്, കണ്ണനെ പഴിക്കുന്നുണ്ട്. ജബ് മേ ജാനാ ഹി നഹി ചാത്തി തുമര സ്വഭാവ ബി വിചിത്ര ഹേ, അതായത് നിൻ്റെ സ്വഭാവം വളരെ വിചിത്രമാണ് എന്ന് രാധ പറയുന്നുണ്ട്. തും കൈസേ ഹോ എന്നും ചോദിക്കുന്നുണ്ട്. തുമാര സ്വഭാവ ബി വിചിത്ര ഹേ. ജബ് मैं घर के कामों में लगी रहती हूँ तब तुम्हारे पास आने की इच्छा मेरे मन में नहीं होती. मैं जाना ही नहीं चाहती, तुम्हारे पास जाने के लिए नहीं चाहती. जब मैं घर के कामों में लगी, ഞാൻ വീട്ടിലെ ഗൃഹകാജ് മേ ലഗി രഹത്തി ഹോ, അതായത് ഞാൻ വീട്ടിലെ പണികളിലെ വ്യാപൃതയായിരിക്കുന്ന സമയത്ത് തുമാരെ പാസ് ആനെ കി ഇച്ഛ അല്ലെ മേ ജാന നഹി ചാത്തി, ഞാൻ പോകാനായിട്ട് ആഗ്രഹിച്ചില്ല. തുമാരെ പാസ് ആനെ കി ഇച്ഛ മേരെ മൻമേ നഹി തീ, നിൻ്റെ അടുത്തേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായില്ല. तो बांसुरी के एक गहरे आलाप से मदोन्मत्त मुझे गींच बुलाते हो, लेकिन तुम तो, ഇവിടെ കണ്ണൻ എന്താ ചെയ്യുന്നത്, अपनी बांसुरी के एक गहरे आलाप से മുരളി ബജാക്കർ, മധുർ രൂപ സേ മുരളി ബജാക്കർ, വളരെ മധുരതരമായ രീതിയിൽ ഓടക്കുഴൽ വായിച്ചിട്ട് എന്ത് ചെയ്യുന്നു, മുझे अपनी ओर गींजते हैं गींज बुलाते हैं,
कैसे मदोन्मत्त होकर उन्मत्त होकर, लेकिन तुम तो मधुर रूप से मुरली बजाकर मुझे अपनी ओर ആകർഷിത് करते रहे. നീ എന്നെ ഓടക്കുഴൽ നാദം കൊണ്ട് എന്നെ ആകർഷിച്ചു കൊണ്ടേയിരുന്നു. വീട്ടിൽ നിന്ന് നിൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ നീ എന്ത് ചെയ്തു? ബാംസുരി കെ ഏക് ഗഹരെ ആലാപ് സേ ബാംസുരി കെ മധുർ സ്വർ സേ യാ മുരളി ഭജനെ കെ സാത്ത്, ഓടക്കുഴൽ വായിച്ചുകൊണ്ട് എങ്ങനെയാണ്? ഏക് ഗഹരെ സ്വർ സേ ഏക് ഗഹരെ ആലാപ് സേ മുझे ആകർഷിത് करते रहो, എന്നെ ആകർഷിച്ചുകൊണ്ടിരുന്നു. മദോന്മുത്ത് ഹോക്കർ മുझे ഖീഞ്ച് ലേത്തെ ഹോ മുझे ബുലാത്തെ ഹോ, എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം നീ. വീണ്ടും പറയണേ, തബ് തുമാരെ സാത്ത് പ്രേം ലീല ശുരു ഹോത്തി ഹി, ആ സമയത്താണ് നിൻ്റെ പ്രണയലീല അവിടെ ആരംഭിക്കുന്നത്. നീ എന്നെ ഓടക്കുഴൽ നാദം കൊണ്ട് എന്നെ വിളിച്ചു വരുത്താണ്, എന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ പ്രണയലീലകൾ അവിടെ ആരംഭിക്കുന്നത്. और जब वापस नहीं आना चाहती तब मुझे अंशतः ग्रहण कर संपूर्ण बनाकर लौटा देते हो. मैं स्वयं भूलकर तुम में विलीन होने लगती हूँ. मैं अपनी शरीर को मैं अपनी ओर से संपूर्ण रूप से समर्पण देने के लिए चाहती हूँ. मैं स्वयं भूल कर तुम्हें വിലീൻ ഹോനെ ചാത്തി ഹൂം, പൂർണ്ണമായിട്ട് നിന്നിൽ ലയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. तुम्हारे प्रेम में अपने को अपने शरीर के कण कण को समर्पित कर देना चाहती हूँ. ഓരോ കണങ്ങളും ഓരോ ഇഞ്ചും നിനക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് നിന്നിൽ ലയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. और जब वापस नहीं आना चाहती मैं वापस आना नहीं चाहती, തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ചില്ല. तब मुझे अंशतः ग्रहण कर संपूर्ण बनाकर लौटा देते हो. मैं अपने घर की ओर वापस नहीं आना चाहती, വീട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചില്ല. तब मुझे आंशिक रूप से या अंशतः ഭാഗികമായിട്ട് अपनाकर ग्रहण कर, मुझे आंशिक रूप से ग्रहण कर लिया, अपना कर लिया. संपूर्ण बनाकर लौटा देते हो, केवल स्पर्श चुंबन आलिंगन के द्वारा थोड़ा सा सुख देकर मुझे पूर्णता का അനുഭവ करते हो. അതായത് രാസലീലയുടെ രാത്രിയിൽ നൃത്തം ചെയ്യുന്നതിനൊപ്പം തന്നെ സ്പർശനം ചുംബന ആലിംഗനം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് കുറച്ചെങ്കിലും സുഖം കൊടുത്തിട്ട് ഭാഗികമായിട്ടുള്ള സുഖം കൊടുത്ത് അതിനെ പൂർണ്ണതയിൽ എത്തിച്ചുകൊണ്ടാണ് എന്നെ മടക്കി അയച്ചിരുന്നത്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ഗീതത്തിൽ പറയുന്നത് രാസലീലയുടെ മധുരമായ ഓർമ്മകളിൽ മുഴുകി നിൽക്കുന്ന രാധയെക്കുറിച്ചാണ് പറയുന്നത്. വീട്ടിലെ പണികൾ ചെയ്യുന്നതിനിടയിലും അവളുടെ മനസ്സിൽ അന്നത്തെ രാത്രിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ആ രാത്രിയിൽ മടങ്ങി വന്നതിനെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ് അവളോട് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്? കൃഷ്ണൻ്റെ മുരളീനാഥം കേട്ട് കഴിഞ്ഞാൽ ആകർഷണം തോന്നി ചെല്ലേണ്ടതാണ്, പക്ഷേ അവൾക്ക് ചെല്ലാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അന്ന് രാത്രിയിൽ അവൾ പറയുന്നുണ്ട്, അവൾ പൂർണ്ണമായിട്ട് രാധ സ്വയം കൃഷ്ണൻ്റെ മുന്നിൽ സമർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എന്നിട്ടും അവൾക്ക് അന്ന് രാത്രി അവൾ തിരിച്ചു പോരാണ് ചെയ്യുന്നത്. അനേകം ഗോപികമാർ നൃത്തം ചെയ്യാനുണ്ടായിരുന്നു. അവരെയെല്ലാം ഇതുപോലെ തന്നെ എല്ലാ സുഖങ്ങളും കൊടുത്ത് മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ രാധയും അന്ന് മടങ്ങിപ്പോകുന്നതാണ്. നമ്മൾ കനുപ്രിയയിലെ 5 ഗീതങ്ങൾ, അതായത് പൂർവ്വരാഗ് എന്ന് പറയുന്ന ഖണ്ഡത്തിൽ 5 ഗീതങ്ങളാണുള്ളത്. 5ാമത്തെ ഗീതമാണ് നമ്മളിപ്പോൾ എടുത്തത്. നമുക്ക് പൂർവ്വരാഗിലെ ഈ 5 ഗീതങ്ങളിലും എന്താണ് പറയുന്നതെന്നൊന്ന് ഒന്നുകൂടി നമുക്കൊന്ന് ചുരുക്കിയിട്ടൊന്ന് നോക്കാം. പൂർവ്വരാഗ് പ്രേം की प्रारंभिक दशा का प्रसंग है. പൂർവ്വരാഗത്തിൽ പറയുന്നത് അതായത് കൗമാരപ്രായത്തിൽ ആ പ്രണയം ആരംഭിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു സന്ദർഭമാണ്. അതായത് കൗമാരപ്രായത്തിൽ പ്രണയം ആരംഭിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. രാധ और कृष्ण के प्रेम प्रारंभिक कुतूहलता इसमें वर्णित है. രാധയുടെയും കൃഷ്ണൻ്റെയും ആരംഭത്തിലുള്ള പ്രണയത്തിൻ്റെ തുടക്കത്തിലുള്ള ആ കൗതുകമാണ് ഇതിൽ വർണ്ണിക്കുന്നത്.
ഇസ് ഖണ്ഡമേ 5 ഗീത് ഹമേ മിൽത്തെ ഹേ. ഈ കനുപ്രിയയിലെ പൂർവരാഗം എന്ന് പറയുന്ന ഖണ്ഡത്തിൽ നമുക്ക് 5 ഗീതങ്ങളാണ് നമുക്ക് ഉള്ളത്. അതിലെ പഹല ഗീത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നവയൗവന സുന്ദരി രാധാക്കെ ചരൺ സ്പർശസേ അശോക വൃക്ഷക്കോ പുഷ്പിത് ഹോനെ की पुरानी कल्पना नए रूप से കവീനെ യഹാം പ്രസ്തുത की गई है. ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ഗീതത്തിൽ യൗവനയായ യുവതിയായിട്ടുള്ള കൗമാരാവസ്ഥയിൽ നിന്ന് യൗവനാവസ്ഥയിൽ കടന്ന രാധയുടെ, സുന്ദരിയായ രാധയുടെ കാൽപാദങ്ങളുടെ സ്പർശനമേൽക്കുമ്പോൾ പുഷ്പിക്കാതെ നിന്നിരുന്ന, പൂക്കാതെ നിന്നിരുന്ന അശോകവൃക്ഷം പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്നത്, അതിനെ പഴയ സങ്കല്പവുമായിട്ട് സങ്കല്പത്തെ ആ ഒരു പഴയ സങ്കല്പത്തെ ഒരു പുതിയ രീതിയിലാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് രാധ പ്രകൃതി രൂപിണിയാണ്. അതായത് ആ അശോകവൃക്ഷത്തിൻ്റെ ഓരോ ഭാഗത്തും രാധയുടെ സാന്നിധ്യമുണ്ട്. രാധ അതിലലിഞ്ഞ്, അതായത് വേര് തൊട്ട് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വേരിൽ പോലും പ്രകൃതിയുടെ അല്ലെങ്കിൽ രാധയുടെ സാന്നിധ്യമുണ്ട്. അവിടെ കൗമാരപ്രായത്തിൽ നിന്ന് മാറിയിട്ട് യൗവനാവസ്ഥയിൽ എത്തുക എന്ന് പറയുന്നത്, അതിനോടൊപ്പം തന്നെ ഈ അശോകവൃക്ഷം പുഷ്പിക്കുന്നു എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഇവിടെ നവയുവതി രാധ അപ്നേക്കോ അശോകവൃക്ഷയ്ക്ക് അസ്തിത്വമേ മിലി ഹുയി മാനത്തി. നവയുവതിയായ യുവത്വത്തിലേക്ക് എത്തിയ രാധ സ്വയം അശോകവൃക്ഷത്തിൻ്റെ ആ പ്രകൃതിയിലെ അലിഞ്ഞു ചേർന്നതായിട്ടാണ് രാധ അവിടെ കണക്കാക്കുന്നത്. दूसरे गीत में राधा अनुभव करती है कि उसका प्रियतम उसके शरीर के पोर पोर में तल्लीन है. രണ്ടാമത്തെ ഗീതത്തിൽ രാധയ്ക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അവളുടെ പ്രിയതമനായ കണ്ണൻ അവളുടെ ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചിലും ഓരോ കണങ്ങളിലും ലയിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് രാധയ്ക്ക് തോന്നുന്നത്. ശരീർ കെ ഏക് ഏക് താർ സേവ ജങ്കാർ ഉടാഹെ. നമ്മളതിൽ പറയുന്നുണ്ട് സിത്താർ കെ താർ, അതായത് ഒരു സിത്താറിൻ്റെ കമ്പികളിൽ നിന്ന് മുഴങ്ങുന്ന സ്വരം പോലെ രാധയുടെ ഉള്ളിലെ കൃഷ്ണൻ്റെ മധുരമായ സംഗീതം രാധയുടെ ഉള്ളിലെ ഓരോ ശരീരത്തിൻ്റെ ഓരോ കണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് പറയുന്നുണ്ട്. സിത്താർ കെ താർ എന്ന് പറയുന്നുണ്ട്. നമ്മളതാണ് അതിൽ പറഞ്ഞത്. അതായത് സിത്താറിൻ്റെ കമ്പികളിൽ നിന്ന് വരുന്ന ആ നാദം പോലെ തന്നെ രാധയുടെ ശരീരത്തിൻ്റെ ഓരോ കണങ്ങളിലും എന്തുണ്ടെന്ന് പറയുന്നത്, കൃഷ്ണൻ്റെ മധുരമായ സംഗീതം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. तीसरा गीत भी राधा के पूर्वराग का चित्रण करता है. ഇനി മൂന്നാമത്തെ ഗീതത്തിൽ നമ്മൾ രാധയുടെ പൂർവ്വരാഗത്തിൻ്റെ, അതായത് പ്രാരംഭിക ദശയെക്കുറിച്ച്, പ്രണയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് തന്നെയാണ് അതിലും പറയുന്നത്. രാധ ആരംഭമേ കൃഷ്ണക്കോ കദം के पेड़ के नीचे ध्यानमग्न स्थिति में देखकर उसे कोई വനദേവത समझ लेती है. രാധ തുടക്കത്തിൽ എന്നോട് പറയുന്നുണ്ട്, രാധ നോക്കുമ്പോൾ കൃഷ്ണൻ ആരാന്ന് മനസ്സിലാവുന്നില്ല. കദംബ മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനമഗ്നായിട്ടിരിക്കുന്ന വനദേവത കൃഷ്ണനെ കാണുമ്പോൾ ഏതോ വനദേവതയാണെന്ന് കരുതിയിട്ട്, ഏതോ ഒരു ദേവനാണെന്ന് കരുതിയിട്ട് രാധ പ്രണമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു മറുപടിയും കിട്ടുന്നില്ല, പ്രതികരണമൊന്നുമില്ല. കൃഷ്ണനാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് ഉപേക്ഷാഭാവം കാണിച്ചുകൊണ്ട് ഒന്നും കൂടിയും പ്രിയതമയെ ഒന്നുകൂടി ആകർഷിക്കുക എന്നുള്ളൊരു നയമാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യമൊന്നും മനസ്സിലായില്ല, ഏതോ ദേവനാണെന്നാണ് കരുതിയത്. പിന്നീട് അവൾ പ്രണമിക്കുന്നത് നിർത്തി എന്ന് പറയുന്നത്, വന്നിക്കുന്നത് നിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കോയി വനദേവത സമച്ചിലെത്തിയേ. അപ്പോൾ ആദ്യം രാധയ്ക്ക് തോന്നുകയാണ് കൃഷ്ണനെ കണ്ടപ്പോൾ ഏതോ വനദേവനായിട്ട്, ദേവതയായിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. चौथा गीत में सोचती है कि राधा सोचती है कि यमुना के गहरे नीले जल के रूप में कृष्ण ने चारों ओर से उसे आलिंगन से भर लिया है. നാലാമത്തെ ഗീതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, രാധ അവിടെ യമുനാ നദിയുടെ തീരത്ത് ചെന്നിരുന്ന് യമുനാ നദിയിലെ നീലജലത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചുകൊണ്ട്, തീരത്ത് അഴിച്ചു വെച്ചുകൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നുകയാണ് അവൾ സ്വയം അവളുടെ പ്രതിബിംബമാണോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രതിബിംബമല്ല ഞാൻ നോക്കുന്നത്, ആ ജലം, ആ നീല ജലം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ പ്രതിരൂപമായിട്ട്, കൃഷ്ണൻ്റെ പ്രതീകമായിട്ടാണ് അവൾ കാണുന്നത്. ആ നീലജലം ചുറ്റും അവളെ ആശ്ലേഷിക്കുന്നതായിട്ട്, ആലിംഗനം ചെയ്യുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് രാധയ്ക്ക് അവിടെ തോന്നുന്നത്. അപ്പോൾ ഇതിൽ നാലാമത്തതിൽ പറയുന്നത്, യമുന के गहरे नील जल के रूप में कृष्ण ने चारों ओर से उसे आलिंगन में भर लिया है. യമുനാ നദിയുടെ ആഴപ്പരപ്പിലുള്ള ആ നീലജലം എന്ന് പറയുന്നത് അത് കൃഷ്ണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട്
കൃഷ്ണൻ അവളെ 4 ഭാഗത്തുനിന്നും ആലിംഗനം ചെയ്യുന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. 5वें गीत में कृष्ण की रासलीला का प्रसंग है. നമ്മളിന്ന് പഠിച്ച 5ാമത്തെ ഗീതത്തിലെ കൃഷ്ണൻ്റെ രാസലീലയാണ്. ഗോപികമാരോട് കൂടിയുള്ള ഒരുമിച്ചുള്ള നൃത്തത്തെയാണ് പറയുന്നത്. ആ ഒരു സന്ദർഭമാണ്. राधा को पश्चाताप होता है कि वह कृष्ण के पास से लौट क्यों आई. രാധയ്ക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ട്. അവൾ എന്തിനാണ് ആ രാസലീലയുടെ അന്ന് രാത്രി കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്നുള്ളതാണ് അവിടെ ചിന്തിച്ചുകൊണ്ട് അവൾ പശ്ചാത്താപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പന അപ്പന കൺ കനുക്കോ സമർപ്പിത റീത് ക്യോ നഹി ഗയി. അവളുടെ ശരീരത്തിൻ്റെ ഓരോ കണങ്ങളും ഓരോ ഭാഗവും കണ്ണന് മുന്നിൽ സമർപ്പിച്ചിട്ട് പിന്നെ എന്തിനാണ് അവൾ വെറുതെ പോവാതിരുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് മടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു പശ്ചാത്താപം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പൂർവ്വരാഗം എന്ന് പറയുന്ന ആദ്യത്തെ ഖണ്ഡത്തിലെ 5 ഗീതങ്ങളിലായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൂർവ്വരാഗ കഴിഞ്ഞ അടുത്ത് നമുക്ക് മഞ്ജരി പരിണയമാണ് വരുന്നത്. നമ്മൾ 4 ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചത്. പൂർവ്വരാഗമുണ്ട്, മഞ്ജരി പരിണയുണ്ട്, സൃഷ്ടി സങ്കല്പമുണ്ട്, ഇതിഹാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. പൂർവ്വരാഗത്തിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത് വരുന്നതാണ് മഞ്ജരി പരിണയ എന്ന് പറയുന്നത്. അതിൽ 3 ഗീതങ്ങളാണ് വരുന്നത്. മഞ്ജരി പരിണയിൽ ആദ്യം വരുന്നുണ്ട് ആമ്ര ബൗർക്ക ഗീത് വരുന്നുണ്ട്, ആമ്ര ബൗർക്ക അർത്ത് വരുന്നുണ്ട്, തും കോൻ ഹോ എന്നുള്ളത് ഒരു ഇതുകൂടി വരുന്നുണ്ട്. അങ്ങനെ 3 ഭാഗമായിട്ടത് വീണ്ടും തിരിച്ചിട്ടുണ്ട് നമ്മൾ മഞ്ജരി പരിണയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.